ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ്, കറൻറ്റ് എനർജി, അതുപോലെ നിങ്ങളുടെ എനർജി നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓണം ഓഫറാണ് കേട്ടോ. അതുപോലെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അതുപോലെ തന്നെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും പേഴ്സണെ കുറിച്ചിട്ടും തിങ്ക് ചെയ്യുക. പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? ടെൻ ഓഫ് പെൻഡക്കിൾ, ഏസ് ഓഫ് പെൻഡക്കിൾ, ടു ഓഫ് പെൻഡക്കിൾ. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ത്രീ ഓഫ് പെൻഡക്കിൾ ആണ് കേട്ടോ. ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് കാർഡ്സ് എടുക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ്. ചാരിയറ്റ് ആണ്. ഇപ്പോഴത്തെ റീഡിങ്ങിലെല്ലാം തന്നെ നമ്മൾക്ക് ഈ ഒരു കാർഡ് കിട്ടുന്നുണ്ട്. ജനറൽ റീഡിങ്ങിൽ ഫാദർ ഓഫ് സോർട്സ്, ടു ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് വൺസ് ആണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് നോക്കുന്ന സമയത്ത് നല്ലൊരു ചേഞ്ച് ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇത്ര ദിവസം ഉണ്ടായിരുന്നിട്ടുള്ള ഒരു എനർജി അല്ല ഇപ്പോൾ കാണുന്നത്. കുറച്ചും കൂടി മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് പുതിയൊരു തുടക്കം ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു പുതിയ ജീവിതം തരിക, അല്ലെങ്കിൽ പഴയ ഒരാളായിട്ടല്ലാതെ നല്ലൊരു മാറ്റം അവർ കാണിച്ചു തരിക എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി ഈ പേഴ്സൺ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെയുള്ള ചില ചിന്തകൾ അല്ലെങ്കിൽ അങ്ങനത്തെ തോട്ട്സ് ഒക്കെ അവർക്ക് ഉള്ളത്, ഫീലിങ്സ് ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ടെൻ ഓഫ് പെൻഡക്കിൾ എന്ന കാർഡാണ് ഫസ്റ്റ് വന്നത്. 10 എന്ന നമ്പർ പൂർത്തീകരണമാണ്, ഒരു ജീവിതത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് പോലും ജീവിതത്തിലെ ഒരാളായിട്ടാണ്, ഒരു ഫാമിലി മെമ്പറായിട്ട്. മേ ബി ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് അങ്ങനെ ആയിരിക്കാം. അതായത് അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അത്രയും ഒരു കമ്മിറ്റ്മെൻറ്റ്സ് നിങ്ങൾ തമ്മിൽ ഉണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നതും. അവരുടെ കറൻറ്റ് ഫീലിങ്സ് നോക്കുമ്പോഴും ഒരു ഫാമിലി മെമ്പറായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് വരുന്ന ആ ഒരു ബന്ധം, അത് തന്നെയാണ് അവർ നിങ്ങൾക്ക് തരുന്നതും അവർ ഡ്രീം ചെയ്യുന്നതും എല്ലാം തന്നെ. ഓക്കെ, ഇവിടെ ടു ഓഫ് പെൻഡക്കിൾ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഒരു ജഗ്ലിംഗ് ആയിട്ടുള്ളൊരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. എന്തോ സംതിങ് സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ നിങ്ങളിപ്പോൾ ഒരു പ്രോബ്ലംസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഓക്കെ, ബാലൻസ് ഇല്ലായ്മയാണ് നിങ്ങളുടെ പേഴ്സണ് മെയിനായിട്ട്. അതായത് സ്വയം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. സ്വയം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല.
മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് നിന്ന് കൊടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഇമോഷണലി ഉള്ള ഒരു ബ്ലാക്ക് മെയിൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിർത്തുക, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിൽ ഈ പേഴ്സണ് നിൽക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് മെൻഷൻ ചെയ്ത് പറയാത്തത്. എന്തായാലും നിങ്ങളുടെ പേഴ്സണ് ഇവിടെ ഒരു ജഗ്ലിംഗ് അവസ്ഥ, ഒരു ബാലൻസ് ഇല്ലായ്മ, കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേജ്. ഈ കാർഡ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. 2 പേര് വന്നിട്ട് അവർക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം. നിങ്ങളുടെ അതാണ് സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അവരുടെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഐ എം സോറി, എനിക്ക് ചുമ ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ചാരിയറ്റ് കാർഡ് നമുക്ക് കഴിഞ്ഞ റീഡിങ്ങിലും 2 ദിവസം മുന്നേയുള്ള റീഡിങ്ങിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ചാരിയറ്റ് കാർഡ്, അതായത് ഈ പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, മേ ബി ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാകാം. അതായത് എനിക്ക് കഴിഞ്ഞ റീഡിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാൻ വേണ്ടിയിട്ടുള്ളത്. ചാരിയറ്റ് കാർഡും 2 ഓഫ് കപ്സും ഒക്കെയാണ് വരുന്നത്. മേ ബി നിങ്ങൾ കാണുന്നവർ തന്നെ ആയിരിക്കാം റിപ്പീറ്റ് ആയിട്ട് കാണുന്നതെങ്കിൽ, അതായത് സ്ഥിരമായിട്ട് എൻ്റെ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി തന്നെയാണിത്. കാരണം ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സൺ നിങ്ങളെ രണ്ടാമത്, അതായത് കുറേ നാൾ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് കരുതുക. അതായത് ലോങ് ഡിസ്റ്റൻസ് മീൻസ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാകും. പക്ഷെ പെട്ടെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പേഴ്സൺ തിരിച്ചു വരിക എന്ന് പറയുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഒരു സോൾ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. ആ ഒരു സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ 2 പേർക്കും പിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. സോ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വരും. ഒരു റിയൂണിയൻ പോസിബിൾ ആണ് ഇവിടെ കാണിക്കുന്നത്, ഒരു യൂണിയൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇവരുടെ ഫീലിങ്സ് ഞാൻ പറഞ്ഞു. നിങ്ങളിലേക്കുള്ള ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ കൂടെയുള്ള ഒരു കുടുംബ ജീവിതം, ഹാപ്പി ആയിട്ടുള്ള ഒരു കുടുംബ ജീവിതം. ഓക്കെ, ഇപ്പോൾ എക്സ്ട്രാ മെറിറ്റൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ആ പേഴ്സണ് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ ലൈഫിൽ ഉണ്ടാകും, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റികൾ ഉണ്ടാകും. അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ഈ ഒരു കുടുംബ ജീവിതം നടത്താൻ വേണ്ടി വരിക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവും. മനസ്സിലാക്കുക, ഈ പേഴ്സൺ നിങ്ങളെ ആ ഒരു രീതിക്കാണ് ആഗ്രഹിക്കുന്നത്, ഡ്രീം ചെയ്യുന്നത്, സ്വപ്നം കാണുന്നത് അങ്ങനെയാണ്. സോ ആ ഒരു രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യും എന്ന് കരുതിയിട്ട് അവരുടെ കുടുംബത്തെ ചീറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നില്ല. ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്യുമായിരിക്കാം. ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ 3 ഓഫ് പെൻഡക്കിൾ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഈ കാർഡും പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളിലേക്കുള്ള ഒരു ജീവിതം, ഒരു കുടുംബജീവിതം അതവർ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ അവരുടെ ഫീലിങ്സിനകത്ത് ഒരു പാസ്റ്റ് ലൈഫിലെ മെമ്മറീസുകളെല്ലാം നിൽക്കുന്നുണ്ട്. കഴിഞ്ഞു പോയിട്ടുള്ള, നിങ്ങൾ ഒരുപാട് നാൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും അല്ല നിങ്ങൾ കുറച്ച് നാളാണെങ്കിലും എന്താണെങ്കിലും അവരെ, നിങ്ങളുടെ മെമ്മറീസ് അവരെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾ മേ ബി നല്ലോണം കെയർ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം. നല്ലൊരു മദർ കെയറിങ്, ഒരു ഫെമിനിൻ എനർജി ഇവിടെ കാണുന്നുണ്ട്. മദർ കെയറിങ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം. നിങ്ങളിപ്പം കാണുന്നത് മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നിങ്ങൾ ഒരു അമ്മ മക്കളെ നോക്കുന്നത് പോലെയുള്ളൊരു കെയറിങ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം. അത്രയും ട്രസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇപ്പം ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ബ്രേക്കായി നിൽക്കുന്നത് ട്രസ്റ്റ് ഇഷ്യൂ കാരണമാണെന്നും കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നപ്പം നിങ്ങളിൽ ആർക്കും ഒരാൾക്ക് ഭയങ്കരമായിട്ടൊരു ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾ പരസ്പരം, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് 8 ഓഫ് വാണ്ട്സ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ ഫൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തർക്കിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ്. ഓക്കെ, ആ ഒരു ആർഗ്യുമെന്റ്സ് നടന്നിട്ടുള്ളതെല്ലാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ്. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും, നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് അവർ പറഞ്ഞ വാക്കുകളെല്ലാം പാലിക്കാതെ നിങ്ങളെ അവർ ഒരുപാട് വേദനിപ്പിച്ചു എന്നൊക്കെയുള്ളത് അവർ ഓർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് അവർ ഡ്രീം ചെയ്തുകൊണ്ട്
വളരെ മിസ് ചെയ്തുകൊണ്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് മനസ്സിൽ. ഓക്കെ, പക്ഷെ ആ ഫീലിങ്സ് ഒന്നും ഷെയർ ചെയ്യാൻ ഇപ്പോൾ അവർ തയ്യാറല്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ബാലൻസ് ഇല്ലായ്മ, ഞാൻ തുടക്കം കാണിച്ചെന്നല്ലോ, ബാലൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ആ ബാലൻസ് ഇല്ലായ്മ മാറിക്കിട്ടുമ്പോൾ, ആ ജഗിളിങ് അവസ്ഥ മാറിക്കിട്ടുന്ന സമയത്ത്, കൺഫ്യൂഷൻ അവസ്ഥ മാറി കിട്ടുന്ന സമയത്ത് അവരിതെല്ലാം നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഫാദർ ഓഫ് സോർട്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളടുത്ത് എല്ലാം ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളടുത്ത് ഒന്ന് തുറന്ന് പറഞ്ഞിട്ട് നിങ്ങളടുത്ത് ഒന്ന് സോറി പറയാനും എല്ലാം ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സിറ്റുവേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം അവർക്ക് നിങ്ങളടുത്തോട്ട് വരാൻ വേണ്ടി സാധിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ വന്നിട്ട് കാര്യമില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആകാതെയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഒതുക്കമില്ലാതെ നിങ്ങളിലേക്ക് വന്നിട്ട് ഒരു കാര്യവുമില്ല. പിന്നെയും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളത് ഈ പേഴ്സൺ അറിയാം. ഓക്കെ, ഇനി നിങ്ങളുടെ എനർജി നോക്കാം. ഇതാണ് ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളടുത്തുള്ള ആ ഒരു അവർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാണ്. ഇനി നിങ്ങളുടെ എനർജി ഒന്ന് നോക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി. എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി എന്താണ്? വ്യൂവേഴ്സ്, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് വാൻഡ്സ് ആണ്. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് കപ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെൻഡക്കിൾ, 10 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇപ്പം കറൻ്റ്ലി നിങ്ങൾ സ്റ്റിൽ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് എൻഡായി പോയി. ഓക്കെ, അതായത് ഇനിയിപ്പം ഈ റിലേഷൻഷിപ്പ് ഇനി വരില്ല നിങ്ങളിലേക്ക്, കാരണം അത് പൂർണ്ണമായിട്ടും പോയി, ഇനി പ്രതീക്ഷിച്ച് നിൽക്കുന്നത് വെറുതെയാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പെയിൻഫുൾ എൻഡിങ്, അതുപോലെ ഒരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾ അന്നും അനുഭവിച്ചിട്ടുണ്ട്, ഇന്നും നിങ്ങൾ എത്രയൊക്കെ മൂവ് ഓൺ ചെയ്താലും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഫെയിലായി പോയി, റിലേഷൻഷിപ്പ് ഇനി ഒരിക്കലും വർക്കാകില്ല എന്നൊക്കെയുള്ള തോട്ട്സ് നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ആ പേഴ്സൺ അത്രത്തോളം നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റിവിറ്റി, ന്യൂ ഫീലിങ്സ്, സ്പിരിച്വാലിറ്റി, ഇൻഡ്യൂഷൻ എന്നൊക്കെയുള്ള കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ പേഴ്സൺ ഇവിടെ പൂർണ്ണമായിട്ടും എൻഡ് ആയതായിട്ടായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. അതായത് ഇനി വേദനിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ ഈ പേഴ്സണ് വേണ്ടിയിട്ട് കണ്ണീരൊലിപ്പിച്ചിട്ടോ നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കണം എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. വളരെ നല്ല കാര്യം, അത് വളരെ നല്ലതാണ്. കാരണം നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു സെൽഫ് ലവിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈമെങ്കിലും കൊടുക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഈ പേഴ്സണ് ഇവിടെ നിങ്ങളെ മിസ് ചെയ്യാനുള്ള എനർജി കിട്ടി തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അതായത് അവർക്ക് ചിന്തിക്കാനുള്ളൊരു ടൈം നിങ്ങൾ കൊടുക്കുന്നത് ഇപ്പോഴാണ്. കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ആ പേഴ്സൺ ഇനിയും നിങ്ങളുടെ വാല്യൂ മനസ്സിലാകും. നിങ്ങളെ തന്നെ സ്നേഹിക്കുക, അത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈഫിൽ, അതായത് ഈ റിലേഷൻഷിപ്പ് കാരണം എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ, അതായത് ഈ പേഴ്സണ് വേണ്ടിയിട്ട് ഒരുപാട് കടം മേടിച്ച് കൂട്ടുക, മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കടം മേടിച്ചിട്ട് നിങ്ങൾക്ക് അതൊരു ബാധ്യതയായി പോവുക, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോവുക, ബന്ധങ്ങളെ നഷ്ടമായി പോവുക, അങ്ങനെ എന്തെങ്കിലും നഷ്ടം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ഒരു സ്റ്റെബിലിറ്റി വരും. ഇല്ലെങ്കിൽ ആ പേഴ്സൺസ് നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ അതിൽ പേടിക്കേണ്ട കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട. അതായത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോയല്ലോ, എന്നിട്ടും ഞാൻ വെറുതെ എൻ്റെ അത്രയും വേണ്ടപ്പെട്ടവരെ ഞാൻ വെറുപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ആ വ്യക്തിക്ക് വേണ്ടി ഇത്രയും കടങ്ങൾ വാങ്ങിച്ച് കൂട്ടിയത്, ഇപ്പം എല്ലാം നിങ്ങളുടെ ഭാരമായിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യലി ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്നതായിട്ടും ഈ പേഴ്സൺസ് നിങ്ങളടുത്തോട്ട് തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. വിട്ടുകളയുക, ഫോർഗീവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ഇൻഡ്യൂഷൻ, സ്പിരിച്വാലിറ്റി എന്നുള്ള കാർഡ്. മേ ബി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടാകാം ഇപ്പോൾ. ഓക്കെ, ഈ പേഴ്സണ് വേണ്ടി, നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഇപ്പോൾ വന്നിട്ടുണ്ടാകാം. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ
എന്താ പറയുക, ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട്, അത് കരിയർ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പുതിയ തുടക്കം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്, കരിയറിൽ ജോബിലായിരിക്കാം, പുതിയ ജോലി എന്തെങ്കിലും കിട്ടുമോ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഇല്ലാത്തതൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങൾ ഒന്ന് മെൻ്റലി ഡൗൺ ആയിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് വേണ്ട. കാരണം നിങ്ങൾക്ക് ഉള്ളത്, അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. നിങ്ങൾ സ്വയം അത് മനസ്സിലാക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് കണ്ണ് തുറന്ന് കാണാം. ഓക്കെ, വെറുതെ ഒക്കെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ വോയിസ് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസും നിങ്ങളുടെ എനർജിയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് മറന്നു പോവാതിരിക്കുക. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആവത്തില്ല എന്നുള്ളത് മറന്നു പോകരുത്.